ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടിനെതിരെ നിയമ നടപടിക്ക് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത്. ഡിവൈഎസ്പിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന പ്രസംഗത്തിനെതിരെയാണ് നടപടി. തന്റെ കുടുംബം CPM-ഉമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്നാണ് സമൂഹമാധ്യമത്തിൽ ഡിവൈഎസ്പിയുടെ വൈകാരിക പ്രതികരണം. മൻസൂർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന നയത്തിനെതിരായ പ്രതിഷേധമാണ് ഏറ്റെടുക്കുന്നത്. എന്നാൽ ബാബു പെരിങ്ങത്ത് ഇവിടെ ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ പണം പങ്കുപറ്റിക്കൊണ്ട് ഈ സമരത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഇവിടെ നടത്തുകയാണ്. എന്താ ലക്ഷ്യം? ഈ സമരം വിദ്യാർത്ഥികളും പോലീസും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റണം. ഈ സമരം കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടെ SFI പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതാണ് പ്രകോപനത്തിന് കാരണം. ഇതിനെ തുടർന്ന് DYSP ഓഫീസിലേക്ക് DYFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പ്രകോപനമുണ്ടായെങ്കിലും പോലീസ് സംയമനം പാലിച്ചു. ഇതിന് പിന്നാലെയായിരുന്നു DYFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടിന്റെ പ്രസംഗം. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങത്ത് തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ആരോപണം. ഇത് ചർച്ചയായതോടെയാണ് DYFIക്കെതിരെ DYSP രംഗത്ത് വരുന്നത്. ജനുവരി 11-നകം ആരോപണം തെളിയിക്കാൻ DYFI നേതാവ് തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ബാബു പെരിങ്ങത്ത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. DYFI നടത്തിയ പ്രസംഗത്തെ ചൊല്ലി മകളുടെ ചോദ്യത്തിന് മുന്നിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് DYSPയുടെ വൈകാരിക കുറിപ്പ്. തൻ്റെ കുടുംബം എല്ലാവിധത്തിലുമുള്ള പാർട്ടി ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറായെന്നും ബാബു പെരിങ്ങത്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രതികരിച്ചു. വിശാലമായ പുരോഗമന ചിന്താഗതി ഇവിടെ മടക്കിവെക്കുകയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് കാഞ്ഞങ്ങാട് DYSPയുടെ മറുപടി. 24 കാസർഗോഡ്.